മാന്യമായിട്ട് പറഞ്ഞു അവിടെ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിട്ടു നിങ്ങളെ ലാഭം പറഞ്ഞ ഡോക്ടർ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ആ കൊച്ചിന്റെ ഞാൻ കൊടുത്ത പൈസ പേപ്പർ പോലും അവർ വാങ്ങിച്ചു നോക്കിയാട്ടെ. ഇപ്പൊ റിസൾട്ട് ആയോന്ന് ചോദിച്ചാൽ പേപ്പർ അവിടെ മാറ്റിയും വെച്ചിട്ടുണ്ട്. ഇനി എത്ര നേരം കാത്തു നിൽക്കണമെന്ന് ചോദിച്ചിട്ട് അവർ മിണ്ടുന്നില്ല. ഇപ്പൊ പിന്നെ പറഞ്ഞ് 2 മണിക്കൂറെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൈപ്പണ്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷാപ്പിൽ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ പണി കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. കാരണം 2 ദിവസമായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പോകുന്നത്. വയറിന് അത്ര നല്ല സുഖമില്ല. വയറിന് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഫുഡ് പോയിസൺ ആയിരുന്നുള്ള കാര്യം ഉറപ്പാക്കി. അപ്പോൾ നമ്മൾ കുറച്ച് ഡോക്ടേഴ്സിനെ ഇവിടെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു കോന്നി മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയിട്ട് ഒരു വ്ലോഗ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന് പോകുന്നത്. ഒരു ഫൈനൽ ചെക്കപ്പ് എന്നുള്ള രീതിയിൽ നമ്മളിന്ന് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വിചാരിച്ചു. നല്ല കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ, അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ ആ ഷാപ്പിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് നല്ല ഫുഡായിരുന്നു, പക്ഷെ കള്ളും കഴിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഈ പണി കിട്ടിയത്. കള്ളിന്റെ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൊടി ചേർത്ത കള്ളാണെന്നുള്ള സംശയമുണ്ട്. അപ്പോൾ അറിയില്ല, നമ്മളത് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം അവിടുന്ന് ഫുഡ് എന്തായാലും അവിടുന്ന് കഴിച്ചപ്പോൾ തൊട്ടാണ് നമുക്ക് എന്തായാലും പ്രശ്നം പിന്നെ തുടങ്ങിയത്. അപ്പോൾ അത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കോന്നി മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, നമ്മളിത് ഇപ്പോൾ കോന്നിയിൽ നിന്നാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോന്നി ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ട്രാഫിക് ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് നേരെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. ഏകദേശം 5.3 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. 11 മിനിറ്റാണ് ഇപ്പം റൂട്ട് മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ വരെ നമുക്ക് റോഡുകളൊന്നും വലിയ പ്രശ്നമില്ല. അതായത് മാമനാട് എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ നമുക്ക് റോഡുകളൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് റോഡുകൾ വളരെ മോശമാണ്. കുറച്ച് ഏരിയ നമുക്ക് മോശമാണ്. റോഡ് മൊത്തം കുഴിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഞാനത് കാണിച്ചു തരാം ഞങ്ങൾക്ക്. അപ്പോൾ അവർ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ മോശമായിട്ട്. ബാക്കിയുള്ള റോഡെല്ലാം നല്ല റോഡാണ്. ഇവിടുന്ന് കോന്നിന്ന് ആ മാമനാൽ എന്ന് പറയുന്ന ജംഗ്ഷൻ അവിടെ വരെ നല്ല റോഡാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ആ മാമനാൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന റൂട്ടാണ്. ഇടയ്ക്ക് കുറച്ച് പോർഷൻ നല്ല ഇതേപോലെ റോഡ് ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. വണ്ടികൾ ഓപ്പോസിറ്റ് വന്നാലും നമ്മളെന്താ പറയുക, ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോകാന്നുള്ളത്. ബസ്സിൽ വരുന്ന ആൾക്കാർക്കും ഏകദേശം ഈ പറഞ്ഞ ഇതേ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഈ പറഞ്ഞ ഈ കുറച്ച് ഏരിയയിൽ ഈ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. റോഡ് വളരെ കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. ഇതേ കണ്ടില്ലേ, വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് പോലും കൊടുക്കാൻ പറ്റാത്തൊരു ഏരിയ ആണ്. അതുമാത്രമല്ല റോഡിൽ വലിയ കുഴിയാണ്. വണ്ടിയുടെ അടിവശം ഇടിക്കുകയൊക്കെ ചെയ്യും. ഇതേ കണ്ടോ, ഇത്രയും ബുദ്ധിമുട്ടാണ് ഇതുവഴി വണ്ടി കൊണ്ട് പോകാന്നുള്ളത്. പിന്നെ ഇവിടുന്ന് എപ്പോഴും ഈ റൂട്ടിൽ ബസ്സുണ്ട്. പ്രൈവറ്റ് ബസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രൈവറ്റ് ബസ്സുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ കോന്നി വന്നിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പോഴും പ്രൈവറ്റ് ബസ്സുണ്ട്. ശരിയാക്കി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ റോഡൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നം. ഒരു കിലോമീറ്റർ ആണ്, ഒരു കിലോമീറ്റർ 1-2 കിലോമീറ്ററിന് താഴെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് ഏരിയയിൽ ഒരു ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട്. ആ ഇന്റർലോക്കിൻ്റെ അതെല്ലാം മൊത്തം ഇളകി കിടക്കുകയാണ്. ഇവിടെയും വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും കുഴിയിലേക്ക് ഇറക്കേണ്ടി വരുന്നത്. കുറച്ച് പോർഷനേ ഉള്ളൂ ഈ ഒരു ബുദ്ധിമുട്ട്. കുറച്ച് ഏരിയ ഉള്ളൂ. ഈ കുറച്ച് ഏരിയയിലാണ് ഈ ഒരു ബുദ്ധിമുട്ട്. ഇങ്ങനെ ഈ റോഡ് ഇന്റർലോക്ക് ഇളകി കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല. റോഡ് നീറ്റാണ്. ഓപ്പോസിറ്റ് വണ്ടികൾ വരുമ്പോഴാണ് നമുക്ക് സൈഡ് കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഇവിടെ വളരെ കുറവാണ്. ഇവിടെ നിന്ന് ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ റോഡ് അങ്ങോട്ട് നല്ല നീറ്റാണ്. നല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല നീറ്റായിട്ടാണ് റോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സൈഡിലൊക്കെ കാടൊക്കെ കയറി തുടങ്ങി ഈ ഏരിയയിൽ.
ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിന് അടുത്തെത്താറ്. ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ ഒന്നുണ്ട് ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്, ഒരു ഹോട്ടലുണ്ട്, അതേപോലെ ഇവിടെ ഒരു ലാബുണ്ട്, പിന്നെ ചെറിയ ചെറിയ കുറച്ച് കടകളാണ് ലെഫ്റ്റ് സൈഡിൽ, ചായക്കടകൾ അങ്ങനെയൊക്കെയാണ് ഈ സൈഡിൽ. ഡ്രഗ് ടെസ്റ്റിൻ്റെ ഒരു ലാബുണ്ട്, പിന്നെ റൈറ്റ് സൈഡിൽ ചെറിയൊരു വെയിറ്റ് ഷെഡ്, പിന്നെ ചെറിയ 1-2 കടകളാണ്. മെഡിക്കൽ കോളേജിലേക്ക് എത്തി. ഇതേ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്, അത് കോന്നിയിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്, ഷട്ടിൽ അടിച്ച് പോകുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. റൈറ്റ് സൈഡിൽ കണ്ടതാണ് കാഷ്വാലിറ്റി. അപ്പോൾ നമുക്ക് നേരെ ഒ പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ ഒ പിയിലേക്ക് പോകാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സൈഡിലാണ്, ഇവിടെയാണ്, ഇതിനകത്താണ് ഒ പി വർക്ക് ചെയ്യുന്നത്. നമുക്കപ്പോൾ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് നിങ്ങളെ ബാക്കി ഡീറ്റെയിൽസ് കാണിക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ, ഈ സ്ഥലം നല്ല ഭംഗിയാണ്. ഇത്രയും ടോപ്പിലിരിക്കുന്നതുകൊണ്ട് നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ നല്ല ചെറിയ മഴച്ചാറ്റലുണ്ട്, അതേപോലെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. ആ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറേ പണികളൊക്കെ ഒരു സൈഡ് നടക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ റോഡൊക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും കുറേ ട്രംസ് കാര്യങ്ങൾ, കുറേ ഏരിയകളൊക്കെ മോശമായിട്ട് കിടപ്പുണ്ട്. ആ ഏരിയയിലാണ് ഇപ്പം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ നല്ല വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ. മഞ്ഞൊക്കെ ഇറങ്ങി, ആ മലയിലൊക്കെ നല്ല മഞ്ഞൊക്കെ ഇറങ്ങി. പിന്നെ അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. നല്ല തിരക്കുണ്ടെന്ന് കണ്ടില്ലേ, വണ്ടികളൊക്കെ ഇത്രയും പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെന്ന്. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാവും. കാരണം ഞാൻ ഇന്നലെ അവധി ആയതുകൊണ്ട്, ഞായറാഴ്ച അവധി ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാവും ഇന്ന്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്യുന്ന ഈ ദിവസം കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. പിന്നെ കുറേ ചേച്ചിമാർ ഇവിടെ നിന്നിട്ട് കാടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒ പിയുടെ എൻട്രൻസ് ആണ്. ഇതാണ് ഒ പിയുടെ എൻട്രൻസ്. ഇന്ന് തിരക്കുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് തിരക്കുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അതെ, ഇന്ന് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇന്ന് ഒ പിയിൽ ഇന്നത്തെ പോലെ തന്നെയാണ്, തിരക്കുണ്ട്. ഇതാണ് ഒ പി, ആ സെക്ഷനിലാണ് ഒ പി. അവിടെ ആ സൈഡിൽ ഫാർമസിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സെൻറ്റർ. ഇതാണ് മെയിൻ ബിൽഡിങ്. ഒ പി ആണ്. ഇവിടെ എല്ലാം തിരക്കാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇരിക്കാനോ കാര്യങ്ങളൊന്നും ഈ ക്യൂവിൽ നിന്നേ പറ്റത്തുള്ളൂ. ക്യൂവിൽ നിന്നിട്ട് വേണം നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡോക്ടറെ വിളിക്കുമ്പോൾ നേരെ അകത്തേക്ക് പോവുക. പുറത്ത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ചീട്ട് നമ്മൾ ആദ്യം അകത്ത് കൊടുക്കുക, നമ്മൾ എന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ലാബാണ്. ഇവിടെ എന്തോ ചെറിയ വിഷയം നടക്കുന്നുണ്ട്. ഇവിടെ ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ആരോ അവർക്ക് ഒരുപാട് ടൈം എടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നു. എൻ്റെ റിസൾട്ട് കിട്ടിയില്ല, അവർ മുന്നോട്ട് പെരുമാറിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അതാണ് വിഷയം. അതായത് ലാബിലിരുന്നവര് ശരിക്കും നന്നായിട്ട് പെരുമാറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതാണ് വിഷയം. ലാബിലിരുന്നവര് അവര് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് വിഷയം. പിന്നെ ഇവിടുത്തെ പല ഏരിയകളും ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. അതെല്ലാം വർക്ക് നടക്കുന്നേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീന്. അതൊരു കുടുംബശ്രീ ചെയ്യുന്നതാണ്. കഫേ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നതാണ് ഇതിന്റെ ക്യാൻറ്റീന്.
മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഫാർമസിയിൽ നിന്ന് മെഡിസിൻ മേടിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ടൈം നമ്മൾ ഈ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും വലിയ ക്യൂ ആണ്. ഈ ക്യൂവിൽ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ മെഡിസിൻ മേടിക്കാൻ വേണ്ടി കൗണ്ടറിൽ എത്തി കഴിയുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ മിക്കവാറും അവിടെ മെഡിസിൻ ഉണ്ടാവില്ല. ഒന്നുകിൽ അവർ പുറത്തേക്ക് അത് എഴുതും, അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ കിട്ടാണ്ട് തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ അത്രയും സമയം നമ്മൾ അവിടെ നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഈ പറഞ്ഞതുപോലെയാണ്, 2 കൗണ്ടറേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ തന്നെ ഇത്രയും നേരം നിന്നപ്പോൾ കുറേ ടൈം നിന്ന് ശേഷമാണ് 2 കൗണ്ടറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു 3ാമതൊരു കൗണ്ടർ അത്രയും ആളുകൾ ഉണ്ടായിട്ടാണ് അവർ ഓപ്പൺ ചെയ്തത്. നോർമലി ഈ 2 കൗണ്ടറിൽ വെച്ചിട്ടാണ്, ഇത്ര ആളുകൾ ഉണ്ടെങ്കിൽ 2 കൗണ്ടറിലാണ് അവർ എടുത്തു കൊടുക്കുന്നത്. ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ നമ്മൾ കോന്നി മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന 1-2 ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത്, ഒന്ന് OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര തിരക്കുണ്ടെങ്കിലും 1-2 അല്ലെങ്കിൽ മാക്സിമം 3 കൗണ്ടറേ ഉണ്ടാവുള്ളൂ. അവരെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ എടുക്കുന്നുണ്ടെങ്കിലും അത് ഭയങ്കര സമയമെടുക്കും. ഇത്രയും ആളുകൾ അത്രയും ടൈം നിന്നിട്ടാണ് OP ടിക്കറ്റ് എടുക്കുന്നത്. അതേപോലെ ബില്ലിങ്ങിനും ഈ പറഞ്ഞ പോലെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് സ്കാനിങ്ങിനോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിനോ എഴുതി തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് നേരെ ഈ ബില്ലിംഗ് കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ക്യൂവിൻ്റെ ഏറ്റവും അവസാനം പോയി നിന്ന് വീണ്ടും ബില്ലടച്ച് നമ്മൾ ചെല്ലുമ്പോഴത്തേന് വീണ്ടും ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട്. സോ ഫ്രണ്ട്സ്, ഇതേ നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ട്രീറ്റ്മെന്റ് ഒന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് ഒരുപാട് ടൈമൊന്നും ഇവിടെ ആയില്ല. ഫ്രണ്ടിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ അധികം ചെറിയ ചെറിയ ഷോപ്പുകളാണ്. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ക്യാൻറ്റീൻ എന്ന് പറയാനായിട്ടുള്ള അതിനകത്ത് കാണിച്ച ചെറിയൊരു ക്യാൻറ്റീനേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ പുറത്ത് ചെറിയ ചെറിയ ഷോപ്പുകളാണ്, ചെറിയ കടകളാണ്. ഇതേപോലത്തെ ചെറിയ കടകളാണ്. പിന്നെ ഇവിടെ ഒരു ലാബുണ്ട്, പുറത്തൊരു ലാബുണ്ട്, മൈക്രോ ലാബുണ്ട്. അപ്പൊ ഇതാണ് കോന്നി മെഡിക്കൽ കോളേജ്. ഇപ്പൊ വലിയ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. മെയിനായിട്ട് ഫാർമസിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് നല്ല തിരക്കുണ്ട്. ബാക്കി ഡോക്ടേഴ്സിനെ കാണാൻ നമുക്ക് വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. നല്ല കൺസൾട്ടിംഗ് ആണ് ഡോക്ടേഴ്സിന്റെ. അതൊക്കെയാണ് മെയിനായിട്ട് ഇവിടുത്തെ കാര്യം. പിന്നെ ഇത്രയും എല്ലാ ഡിപ്പാർട്ട്മെന്റൊന്നും ഫംഗ്ഷനിങ് ആയിട്ടില്ല. സോ ഫ്രണ്ട്സ്, ഇപ്പൊ അതാണ്. അപ്പൊ മെയിനായിട്ട് ഇപ്പൊ ഇവിടെ ലാബ്, സ്കാനിങ് ഒക്കെ ഫംഗ്ഷനിങ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഫംഗ്ഷനിങ് അല്ലെങ്കിലും സ്കാനും ലാബും ഒക്കെ ഫംഗ്ഷനിങ് ആണ്. സ്കാനിങ്ങിന്റെ ഒക്കെ വെച്ചാൽ ഡോക്ടർ എഴുതി തന്നു കഴിഞ്ഞിട്ട് നമ്മൾ ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ഡേറ്റ് നമുക്ക് തരും. അത് ചിലപ്പോൾ നെക്സ്റ്റ് മന്തിലേക്കൊക്കെ ആയിരിക്കും തരുന്നത്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടണമെന്നില്ല സ്കാനിങ്ങിന്റെ. പിന്നെ ബ്ലഡിന്റെ ഒക്കെ റിപ്പോർട്ട് ആണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ കിട്ടും. അതൊന്നും വലിയ നമുക്ക് ഡിലേ വരുന്നില്ല. ഫാർമസിയിലാണ് കുറച്ച് ആകെപ്പാടെ 2-3 കൗണ്ടർ, 2 കൗണ്ടറാണ് മിക്കവാറും സമയത്ത് വരുമ്പോഴില്ല, 2 കൗണ്ടറാണ്. ഇന്നത്തെ വീഡിയോയിലുള്ള പോലെ തന്നെ ഒരു 2 കൗണ്ടറിലാണ്, ഒരു ഇത്രയും ആളുകളുണ്ടെങ്കിൽ 2 കൗണ്ടറിലാണ് നമ്മൾ കൊടുക്കുന്നത്, മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് ഇച്ചിരി ലാഗ് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നു. അത് മാത്രമല്ല, നിന്നിട്ട് നമ്മൾ അവിടെ ഫ്രണ്ട് ചെല്ലുമ്പോഴത്തേന് കൗണ്ടറിൽ ചെല്ലുമ്പോൾ മിക്കവാറുള്ള മെഡിസിൻ അവിടെ ഇല്ല, അവർ പുറത്തേക്കാണ് എഴുതുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത്രയും മണിക്കൂറുകൾ അവിടെ, ഇത്രയും സമയം അവിടെ നിന്നിട്ട് കൗണ്ടറിൽ ചെല്ലുമ്പോഴത്തേന് മെഡിസിൻ ഇല്ല, പുറത്തുനിന്ന് മേടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും മണിക്കൂർ അവിടെ നിന്നത് വേസ്റ്റ് ആകും. അതുപോലെ OP ടിക്കറ്റ് എടുക്കാൻ കുറെ ടൈം എടുക്കുന്നുണ്ട്. ചിലപ്പോൾ 2-3 കൗണ്ടർ ഉള്ളെങ്കിൽ പോലും 1-2 കൗണ്ടറോട് വേണമെങ്കിൽ അവർക്ക് ഓപ്പൺ ചെയ്യാം, കാരണം ഇത്രയും തിരക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്മൂത്താണ് അവിടുത്തെ ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കിയുള്ള വർക്കെല്ലാം നടന്നു വരുന്നുള്ളൂ. അതും തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പം പോകുന്നത്, കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നാലും നമുക്ക് പ്രൈവസി കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. എങ്കിലും മെയിൻ ഡിപ്പാർട്ട്മെന്റിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇതായിരിക്കും ഇപ്പം, കാരണം ഈ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഡോക്ടേഴ്സിനും വേറെ ഓപ്ഷൻസ് ഉണ്ടാവില്ല, പ്രത്യേകം സെപ്പറേറ്റ് റൂമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ എൻഡോസ്കോപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഡേറ്റ് തന്നിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ വലിയ പറയത്തെ പോലെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ OP ടിക്കറ്റ് എടുക്കാനൊന്നും ഇവിടെ പൈസയൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്, ഗൈനക്കോളജി, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഫംഗ്ഷനിങ് ആണ്. ഡോക്ടേഴ്സ് എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ തന്നെയാണ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അപ്പൊ ഇതാണ് കോന്നി മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള ബ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇതാണ് ഇന്നത്തെ ബ്ലോഗ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഓഫ്. ബൈ പാട്.